നമ്മുടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരുണാനിധിയായ സംരക്ഷണയിൽ സുരക്ഷിതമായി വെച്ച് സ്നേഹത്തോടെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു. 1:33 വായിച്ചു നോക്കൂ. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായി വസിക്കും. അവൻ അനർത്ഥത്തെ ഭയപ്പെടാതെ സമാധാനമായിരിക്കും. അതേസമയം തന്നെ അവൻ നിർഭയനായി വസിക്കുകയും ചെയ്യും. എത്ര വലിയ കൃപ! എൻ്റെ പിതാവ്, സഹോദരൻ ദിനകരൻ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ICUവിലായിരുന്നപ്പോൾ അദ്ദേഹം ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്ത ക്ഷീണമായിരുന്നു അദ്ദേഹത്തിന്. അതിനിടയിലും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, കർത്താവേ, ഇന്നും എനിക്ക് ജീവൻ നൽകണമേ, കുറച്ചുകൂടി സമയം എനിക്ക് ജീവൻ നൽകണമേ. ശുശ്രൂഷയെ ഇത്രയധികം കടബാധ്യതയുണ്ട്, കാരുണ്യ കടമുണ്ട്. എൻ്റെ മകന് കടം ബാക്കി വെച്ച് എനിക്ക് പോകാൻ കഴിയില്ല. എല്ലാ മാതാപിതാക്കളും സ്വത്തു ബാക്കി വെച്ചാണ് പോകുന്നത്, പക്ഷേ ഞാൻ കടമാണല്ലോ ബാക്കി വയ്ക്കുന്നത്. ദയവായി കുറച്ച് ദിവസം കൂടി എനിക്ക് നൽകണമേ. ഈ കടമെല്ലാം തീർത്തിട്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം. എൻ്റെ മകൻ സമാധാനത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ വഴിയൊരുക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വലിയമ്മയുടെ മകൻ ഏലസ്റ്റിനോട് മറ്റു പാസ്റ്റർമാരോടും ശുശ്രൂഷകരോടും പ്രാർത്ഥിക്കാൻ പറയണമെന്ന് ആ അവസ്ഥയിലും അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ കർത്താവ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ തൻ്റെ മാറോട് ചേർത്തു. അതിനെ തുടർന്ന് എൻ്റെ പിതാവിൻ്റെ സംസ്കാരത്തിന് ശേഷം, കർത്താവേ, ഇത്രയും കോടി ജനങ്ങൾക്ക് എൻ്റെ പിതാവിനെ പോലെ ഒരച്ഛനാകാൻ ആർക്ക് കഴിയും? എല്ലാവരും അദ്ദേഹത്തെ പിതാവേ എന്ന് വിളിച്ച് ഏകദേശം 10 ലക്ഷത്തോളം പേർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനടിയിലൂടെ പകൽ നടന്ന് കരഞ്ഞുവല്ലോ. ഇവരെയെല്ലാം എങ്ങനെ നയിക്കും? ആർക്കതിന് സാധിക്കും എന്ന് ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് 23 ദിവസങ്ങൾക്ക് ശേഷം നാഗർകോവിൽ നഗരത്തെ യേശു വിളിക്കുന്നു യോഗം നടത്താനായി CSI ബിഷപ്പ് ബഹുമാനപ്പെട്ട ദേവകടാക്ഷം അവർകൾ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. അവരുടെ കൺവെൻഷനിൽ പ്രസംഗിക്കാനായി ഞാൻ പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. എൻ്റെ പിതാവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ അയക്കുമായിരുന്നു എന്ന ദുഃഖത്തിനിടയെ ഒരു വലിയ പ്രകാശം എൻ്റെ മേൽ പതിച്ചു. ആ സമയത്ത് കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെടുകയും വരാനിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, എൻ്റെ മകനെ, ഇതുവരെ നിന്റെ പിതാവിലൂടെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുകയും നിന്നെ നയിക്കുകയും ചെയ്തത്. ഇനി മുതൽ ഞാൻ തന്നെ നിനക്ക് പിതാവായിരിക്കും. ഞാൻ തന്നെ നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരും. എൻ്റെ ജ്ഞാനത്താലും വഴി നടത്തലാലും നീ ജീവിതവും കുടുംബവും ശുശ്രൂഷയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എല്ലാം ഐശ്വര്യപൂർണമാകുമെന്നും അവിടുന്ന് പറഞ്ഞു. നീ ആരെയും ചുമക്കേണ്ട ആവശ്യമില്ല, ഒരു പിതാവായിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കാൻ നിനക്ക് കഴിയുകയുമില്ല. ആ ഭാരം ഒരു മനുഷ്യന് ചുമക്കാൻ കഴിയില്ല. ഞാനത് ചുമന്നുകൊള്ളാം. ഞാൻ പറയുന്നത് നീ ചെയ്യുക. മോശയോട് കർത്താവ് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അന്ന് സംസാരിച്ചത്. അതിനെ തുടർന്ന് നോക്കൂ. യേശു വിളിക്കുന്നു ശുശ്രൂഷയിലെ കടം എങ്ങനെ തീർക്കണമെന്ന് അവിടുന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നില്ല. ഉടനെ അവിടുന്ന് പറഞ്ഞു, യേശു വിളിക്കുന്നു, പ്രവചന ക്യാമ്പ് നടത്തുക. നിന്നെപ്പോലെയും നിന്റെ പിതാവിനെ പോലെയും പ്രവചിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഞാൻ എഴുന്നേൽപ്പിക്കും. വെറും ദിനകരൻ കുടുംബാംഗങ്ങൾ മാത്രമല്ല, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കത്തക്ക വിധം സേവനം ചെയ്യും. ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഓരോരുത്തരെയും ഞാൻ പ്രവാചകന്മാരായി എഴുന്നേൽപ്പിക്കും. പ്രവചനം എന്നത് യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അത് പറയുന്ന ആളുകളെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഇന്ത്യയിലുടനീളവും ലോകമെമ്പാടും ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും. അവർ പ്രവചിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ ഇനിയും കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുമെന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ 2008 വർഷത്തിൽ തന്നെ ഞങ്ങളത് ആരംഭിച്ചു. 2000 പേർ എത്തിക്കഴിഞ്ഞു. ആ ഹാളിൽ അതിൽ കൂടുതൽ സ്ഥലമില്ലാത്തതിനാൽ നിർത്തേണ്ടി വന്ന സാഹചര്യം. അതിനെ തുടർന്ന് കർത്താവ് പറഞ്ഞു, പൊതുയോഗങ്ങൾ നടത്താൻ തുടങ്ങുക. ഇങ്ങനെ നടത്തുമ്പോൾ ഗേറ്റിലും എൻട്രൻസിലും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ആ മൈതാനത്ത് പിശാചു ബാധിച്ചവർ വരുമ്പോൾ തന്നെ അവർ നിലവിളിക്കും, പിശാചുക്കൾ വിറയ്ക്കും.
അവിടെ പ്രാർത്ഥിക്കാനായി പ്രാർത്ഥനാ പോരാളികളെ നിർത്തുക. അവിടെ ക്യാമറ വയ്ക്കുക. ടെലിവിഷനിലൂടെ ജനങ്ങൾ കാണട്ടെ, സ്ക്രീനിൽ കാണട്ടെ. അക്കാലത്ത് LED സ്ക്രീനുകളില്ലായിരുന്നു. 16 പ്രൊജക്ഷൻ ടിവികൾ ചേർത്ത് വലിയൊരു സ്ക്രീനായി സ്റ്റേജിൽ വെച്ചു. കർത്താവ് പറഞ്ഞ കാര്യം: ഇന്ന് എല്ലാ യോഗങ്ങളിലും നിങ്ങൾ LED സ്ക്രീനുകൾ കാണുന്നുണ്ട്. പക്ഷേ ഈ യേശു വിളിക്കുന്നു യോഗത്തിലാണത് ആരംഭിച്ചത്. കർത്താവ് കവാടത്തിൽ ജനങ്ങൾ വരുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വരുമ്പോൾ തന്നെ ഞാൻ സ്റ്റേജിൽ കയറിയ ഉടനെ ദൈവസാന്നിധ്യം നിറയും. എൻ്റെ മക്കളായ സാം, ഷാരൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. ആത്മാവിൻ്റെ നിറവ് എൻ്റെ മേൽ വരും. നേരിട്ട് ചെന്ന് ജനങ്ങളുടെ പേരുകൾ വിളിച്ച് കർത്താവ് ചെയ്യുന്നത് പറയാനുള്ള കൃപ വർദ്ധിച്ചു. പ്രവചനവരം വർദ്ധിച്ചു. ജനങ്ങൾ ഉടനെ ഓട്ടിവരും. ജാതി, മത, വർണ്ണ വ്യത്യാസമില്ലാതെ സാക്ഷ്യം പറയൂ. അവരുടെ കെട്ടുകൾ, കണ്ണുനീർ, കഷ്ടപ്പാട്, ദുഃഖം എന്നിവ മാറി ആത്മാവിൻ്റെ നിറവ് സ്റ്റേജിൽ വച്ച് തന്നെ അവർക്ക് ലഭിക്കാനിടയാക്കും. ഇത് കാണുന്ന ജനങ്ങൾ കർത്താവിൻ്റെ മക്കളായി രൂപാന്തരപ്പെടും. ജീവിതം മാറും, പാപം നീങ്ങും, വിശുദ്ധി വരും. അതിനുശേഷം കർത്താവ് പറഞ്ഞു, നീ ഡൽഹിയിൽ പ്രാർത്ഥനാ ഗോപുരം സ്ഥാപിച്ച് 24 മണിക്കൂറും രാജ്യത്തിനായി അധികാരത്തിൻ്റെ കേന്ദ്രത്തിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന്. അതിനുശേഷം ജെറുസലേം നഗരത്തിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥനാ ഗോപുരങ്ങൾ വിപുലപ്പെടുത്താൻ പറഞ്ഞു. അതിനുശേഷം കാരുണ്യയെ 4 മേഖലകളിൽ വെള്ളം, ഭക്ഷണം, ഊർജം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ഗവേഷണം തുടങ്ങാൻ പറഞ്ഞു. ഒരു കോളേജ് എന്ന നിലയിൽ നിന്ന് അതൊരു യൂണിവേഴ്സിറ്റിയായി മാറിയ സമയമായിരുന്നു അത്. ഇന്ന് ആ ഗവേഷണം വളർന്ന് കാരുണ്യ A++ കാറ്റഗറി 1 ഇൻസ്റ്റിറ്റ്യൂഷനായി രാജ്യത്ത് ഉയർന്നു നിൽക്കാൻ കർത്താവ് ഇടയാക്കി. അതോടൊപ്പം കർത്താവ് പറഞ്ഞു, നീ പാവപ്പെട്ടവരെ സംരക്ഷിക്കണം. സീഷയെ ഇനിയും വിപുലപ്പെടുത്തുക. അപ്പോഴാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വൃദ്ധസദനം, കൂടാതെ നടക്കാൻ കഴിയാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ എന്നിവരെ പുനരധിവസിപ്പിക്കാനുള്ള പുനരധിവാസ കേന്ദ്രം, കുട്ടികളുടെ പഠനത്തിനായുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, യുവാക്കൾക്കായുള്ള പരിശീലനം, നൈപുണ്യ വികസന സൗകര്യങ്ങൾ, വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ, സ്ത്രീകൾക്കായുള്ള നൈപുണ്യ പരിശീലനം, ഇതെല്ലാം തുടങ്ങാൻ അദ്ദേഹം ഇടയാക്കി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ അദ്ദേഹം ഇടയാക്കി. വസ്ത്രം, ഭക്ഷണം, സ്കൂൾ കിറ്റ് എന്നിവയെല്ലാം നൽകാനിടയാക്കി. മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ ഇടയാക്കി. ഈ മെഡിക്കൽ ഹോസ്പിറ്റലിൽ സൗജന്യമായി ഡയാലിസിസ്, CT സ്കാൻ, കൂടാതെ ക്യാൻസർ സർജറികൾ എന്നിവയെല്ലാം കാരുണ്യ ഹോസ്പിറ്റലിൽ സൗജന്യമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജെറിയാട്രിക് കെയർ നൽകപ്പെടുന്നു. അതുപോലെ തന്നെ കർത്താവ് മറ്റ് ശുശ്രൂഷകർക്കും വേണ്ടി പള്ളികൾ പണിതു നൽകാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അത്ഭുതകരമായി ശുശ്രൂഷയുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. കാരുണ്യയെ സന്ദർശിച്ചു. പ്രാർത്ഥനാ ഗോപുരങ്ങളെ വർദ്ധിപ്പിച്ചു. യോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അനുഗ്രഹം പ്രാപിക്കത്തക്ക വിധം വർദ്ധിപ്പിച്ചു. രാജ്യം ഭരിക്കുന്നവർ വാതിലുകൾ തുറന്ന് പിന്തുണ നൽകാൻ അദ്ദേഹം ഇടയാക്കി. എല്ലാ പാർട്ടിക്കാരും അത് തുടർന്നു വരുന്നു. കുടുംബാംഗങ്ങളെയും ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന ജ്ഞാനവും വഴിനടത്തലും ഇത് 1-2 ദിവസമല്ല. ദിവസവും 3 മണിക്കും 4 മണിക്കും കർത്താവ് എന്നെ ഉണർത്തുന്നു. ഓരോ ദിവസവും ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയും. ഞാൻ അത് ചെയ്യും. ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനോടും നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ മുമ്പാകെ നീതിയും ഗവൺമെൻറ്റിന് മുമ്പാകെ ഉത്തമനുമായിരിക്കുക. കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. എന്തു പോരാട്ടങ്ങളും എതിർപ്പുകളും വന്നാലും കർത്താവ് കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തിത്തന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ എത്ര ആയിരങ്ങളാണ്. കരുണയോടെ അവരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. കൂടെ അധ്വാനിക്കുന്നവർ എത്ര ആയിരങ്ങളാണ്. മുഴുവൻ സമയവും സന്നദ്ധ പ്രവർത്തകരായും എത്ര ആയിരം. ഇവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിലെല്ലാം കർത്താവ് നിറഞ്ഞ ഫലം നൽകി വരുന്നു. നിങ്ങളെയും അതുപോലെ കർത്താവ് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നു.
നന്ദി നിങ്ങൾക്കും കർത്താവിനും. ഇതേ ജ്ഞാനവും വഴിനടത്തലും ഓരോ ദിവസവും രാവിലെ നൽകി തടസ്സങ്ങളില്ലാതെ നിങ്ങൾ വസിക്കുവാനും ആപത്തിനെ ഭയപ്പെടാതെ ശാന്തമായിരുന്ന് അവിടുത്തെ തീരുമാനം നിറവേറ്റി ഉയർച്ചയോടെ ദേശത്ത് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. കുറച്ചു സമയം ഉറങ്ങിയാലും ബലം നൽകി സന്തോഷത്തോടെ കുടുംബത്തിലും ശുശ്രൂഷയിലും ഇരിക്കാൻ ജനങ്ങൾ സ്നേഹം രുചിക്കത്തക്ക വിധം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എന്നെ വഴിനടത്തി വരുന്നു. അതേ കൃപ അങ്ങയുടെ മക്കൾക്കും നൽകണമേ, നൽകണമേ, നൽകണമേ. അനുഗ്രഹത്തിൻ്റെ മറ പെയ്ക്കണമേ. ആപത്തിൽ ഒരു തിന്മയും അവരെ തൊടാതെ കാക്കണമേ. എല്ലാറ്റിലും അഭിവൃദ്ധിപ്പെട്ട് എല്ലാവരുടെയും പ്രീതി നേരത്തക്ക വിധം അവരെ വർദ്ധിപ്പിക്കണമേ. ശുശ്രൂഷയോട് അവർ ചേർന്നിരിക്കാൻ കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു വിളിക്കുന്നു ശുശ്രൂഷയിലും രാജ്യം മുഴുവനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ശുശ്രൂഷ പ്രവർത്തിക്കുന്ന വേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹം എത്തിക്കുന്ന ഈ സമയത്ത് ഇവയെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ്, ദൈവത്തിൻ്റെ വഴിനടത്തൽ ലഭിച്ചവർ, ശുശ്രൂഷകർ മാത്രമല്ല, പ്രൊഫഷണൽസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ ചേരാനായി നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരുണ്യയിലേക്കും സ്വാഗതം ചെയ്യുന്നു. കാരുണ്യയിൽ ഡീൻസ് എന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്നിവരെ ആവശ്യമുണ്ട്. കമ്പനികളിലോ റിസർച്ച്, പ്രൊഡക്ഷൻ മേഖലകളിലോ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നവരും ഇപ്പോൾ വിരമിച്ചവരുമാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കാരുണ്യയിലേക്ക് വരും. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നിവയിൽ സേവനം ചെയ്തവർ ജീസസ് കോൾസിലും കാരുണ്യയിലും ചേരാനായി നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രയർ ടവറുകൾ മാനേജ് ചെയ്യാൻ കഴിവുള്ളവർ, മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർ, അതുപോലെ CRM എക്സ്പീരിയൻസ് ഉള്ളവർ, ജനങ്ങളെ പരിപാലിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് കെയർ നൽകുന്നവർ, പ്രൊഫഷണൽ കൗൺസിലിംഗ് നൽകുന്നവർ നിങ്ങൾക്ക് വന്നു ചേരാം. ലീഗൽ എക്സ്പേർട്സ്, മീഡിയ പ്രൊഫഷണൽസ് എന്നിവരെ വളരെയധികം ആവശ്യമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെറുപ്പക്കാരായാലും ശരി, എക്സ്പീരിയൻസ് ഉള്ളവരായാലും ശരി, കടന്നു വരിക. ഇവിടെ ശമ്പളം ലഭിക്കുന്നതിനോടൊപ്പം ദൈവഹിതം നിറവേറ്റാനായി ഉയർന്ന സ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. സീഷയിലും അതുപോലെ ഞങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കുക. അതിൽ കരിയർ പേജിൽ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഉടൻ തന്നെ നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുയോജ്യമായ രീതിയിൽ നിങ്ങളെ സേവനത്തെ നിയമിക്കുകയും നമുക്ക് ചേർന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹം ലഭിക്കാനായി ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ നിങ്ങൾ സേവനം ചെയ്യാനായി നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.